കല്ലേരി എവിടെ? കല്ലേരി ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ, എവിടെയും പോയിട്ടില്ല. നിങ്ങളെ പിടിച്ച് തെങ്ങോട് കിട്ടും, കല്ലേരി എവിടെയും പോവില്ല. കല്ലേരിക്ക് ഇവിടെ ഞങ്ങൾ സാലിഹ്യങ്ങളാണ്, ഞങ്ങൾ മുത്തഖീങ്ങളാണ് എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കല്ലേരിക്കേ അത് പറ്റിയിട്ടുള്ളൂ. കല്ലേരിക്ക് ഇന്നക്കലാ തസ്മിയുൽ മൗത്ത, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് കല്ലേരിയുടെ വിശ്വാസമാണ്. മൊയ്ലിയന്മാർ നിങ്ങളെ വിശ്വാസം പറ, ധൈര്യമുണ്ട്, ആണത്തത്തോട് കൂടി പറ, നിങ്ങളെ വിശ്വാസം എന്താണ്? എൻ്റെ കല്ലേരിൻ്റെ വിശ്വാസം ഇന്നക്കലാ തസ്മിയുൽ മൗത്ത, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ ഒരു മയ്യത്തിനെ ഒരുത്തനും കേൾപ്പിക്കാൻ കഴിയില്ല. ഇതാണ് കല്ലേരിയുടെ വിശ്വാസം. നിങ്ങൾക്കോ? ഒമാ അന്തവിമോസ്മി മംഫിൽ ഖുബൂർ, കവറിലുള്ള ഒരുത്തിനെയും കേൾപ്പിക്കാൻ കഴിയില്ല. ലോകത്ത് മനുഷ്യർക്കാർക്കും കവറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇതാ കല്ലേരിയുടെ വിശ്വാസം. മുത്തക്കിങ്ങളുടെ വിശ്വാസം അതാണ്. അത് തന്നെ കല്ലേരിയുടെ വിശ്വാസവും. ഇൻ തദൂഹും, അവരെ വിളിച്ചു നോക്ക്, കബറാളികളൊന്ന് വിളിച്ചു നോക്ക്. ലാ യസ്മൗ ദുആക്കും, നിങ്ങളുടെ വിളി, നിങ്ങൾ കബറാളികളെ വിളിക്കുന്ന വിളി അവർ കേൾക്കുകയില്ല. ഇത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഇതാ കല്ലേരിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് കല്ലേരി മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത്. നിങ്ങൾ കാഫിരിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നത് എന്താണ്? ഇതൊക്കെ നിങ്ങൾ നിഷേധിച്ചു. ഖുർആൻ നിഷേധിക്കുന്നവരാരാണ്? കാഫിരിങ്ങൾ. അങ്ങനെ ഉസ്താദ് നിങ്ങൾ കാഫിരിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട്? ഞാൻ ഈ ആയത്ത്, ഞാൻ ഓതിയ ഏതെങ്കിലും ഒരായത്ത് നിങ്ങൾ വിശ്വസിക്കുക? ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക? ഇല്ലല്ലോ. ബാക്കി തെളിയിക്കാൻ പറ്റുന്നവര് പേര് കല്ലേരിയല്ല, ആര് വന്നാലും ഓക്കെ. നിങ്ങൾ സ്വാലിഹ്യങ്ങളുടെ പാതയിലാണ്, മുത്തഖീങ്ങളുടെ പാതയിലാണ്, സജ്ജനങ്ങളുടെ പാതയിലാണ്, ഖുർആനും ഹദീസും മുറുക്കി പിടിച്ച് നടക്കുന്നവരാണ്. ഇത് ഞാൻ തെളിയിച്ചില്ലേ? ഒക്കെ തെളിയിച്ചു. ഞങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ സലഫികൾ, ലോകത്തുള്ള സലഫികൾ, കേരളത്തിലുള്ള മുജാഹിദുകൾ, ഞങ്ങളാണ് പാതയുള്ളത്. മൊയ്ലിയന്മാരെ നിങ്ങളുടെ ഈ ജന്മത്തിൽ ആ പാതയിലെത്താൻ ഒരൊറ്റ മൊയ്ലിയാർക്കും കഴിയില്ല, ഒറ്റ സമസ്തക്കാരനും കഴിയില്ല. ഞങ്ങളത് തെളിയിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാ തെളിയിക്കണ്ടേ നിങ്ങൾക്ക്? നിങ്ങൾ പറ, ഞാൻ ആദ്യം ഓതിയ ആയത്തിൽ ഏതെങ്കിലും ഒരായത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നൂറുകണക്കിന് ആയത്തിയാണ് ഉത്തര. സമസ്തക്കാർ കാഫിര്യങ്ങളാണ്, മുശ്രിക്കുകളാണ് എന്നതിന് നൂറുകണക്കിന് ആയത്ത് ഉത്തര. ഞങ്ങൾ പിഴച്ചവരാണ് എന്നതിന് ഒരൊറ്റ ആയത്തോ നിങ്ങൾ? ഈ ജന്മത്തിൽ മൊയ്ലിയന്മാരെ, ലോകത്തുള്ള സകല മൊയ്ലിയന്മാർ ഒരുമിച്ച് കൂടിയാലും മുജാഹിദുകൾ പിഴച്ചതാണ്, സലഫികൾ പിഴച്ചവരാണ് എന്ന് തെളിയിക്കാൻ ഒരായത്തോതാൻ കഴിയില്ല ഉസ്താദേ. വെറുതെ വീമ്പളക്കണ്ട. ബാക്കി ഖുർആനും ഹദീസും മുറുക്കി പിടിച്ചാ പോരാ, തുറന്ന് നോക്കണം. എന്നാലേ അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? അങ്ങനെ നടക്കാൻ പറ്റുന്ന സ്വാലിഹ്യങ്ങളെ തുറന്നു നോക്കിയോണ്ടല്ലേ മൊയ്ലിയറെ നിങ്ങളൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുന്നത്. CK കല്ലേരിക്ക് ലോകത്തുള്ള സകല മൊയ്ലിയന്മാരെയും പരാജയപ്പെടുത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ തുറന്നു നോക്കിയോണ്ടല്ലേ. ഞാൻ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെന്നെ മൂക്കിൽ വലിക്കില്ല. ഞാൻ മൊയ്ലിയന്മാരെ, നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയാത്തത്, എൻ്റെ അടുത്ത് പോലും വരാൻ കഴിയാത്തത് ഞാൻ ഖുർആൻ തുറന്നു നോക്കിയോണ്ടാ. കൂട്ടത്തിലാണോ നിങ്ങൾ തെളിയിക്ക്? കല്ലേരി വേണ്ട, കല്ലേരി ബാറ്ററി തീർന്നിട്ട് പോയിന്. കല്ലേരി അങ്ങനെ പോവില്ല, ജീവനുണ്ടെ പോവില്ല. മൊയ്ലിയന്മാർ, നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ബാധ്യത എൻ്റെതല്ലേ. ലോകത്താരേക്കാൾ മുമ്പേ നിരീശ്വരവാദിയേക്കാൾ, BJPക്കാരേക്കാൾ, ഹൈന്ദവരെക്കാൾ, ക്രൈസ്തവരെക്കാൾ, ആരെക്കാളും മുമ്പേ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട മൊയ്ലിയന്മാരെയാണ്. അത്ര കൂലി വേറൊന്നിനും കിട്ടൂല. കാരണം മറ്റുള്ള ഇപ്പറഞ്ഞൊന്നും ഖുർആനില്ല. ഖുർആൻ കൈ പിടിച്ചിട്ട് അതിനെ പച്ചയായി നിഷേധിച്ചിട്ടല്ലേ മൊയ്ലിയന്മാരെ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങളല്ലേ ഒന്നാമത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടേ? മാരപ്പടക്കം പൊട്ടും പോലെ പൊട്ടിക്കും ഗ്രൂപ്പില്. നമ്മൾ കല്ലേരി വേണ്ട, കല്ലേരി ബാറ്ററി തീർന്നിട്ട് പോയിന്. ആര് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ തെളിയിക്ക്. നമ്മൾ ആയിരക്കണക്കിന്റെ മാരപ്പടക്കം പൊട്ടും പോലെ പൊട്ടിക്കും ഗ്രൂപ്പില്. ഒരു പൊട്ടാസ് പൊട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നിട്ടല്ലേ ഒരൊറ്റ ആയത്തോ ധൈര്യം ഉണ്ടെങ്കിൽ CK കല്ലേരി ഇപ്പം ഗ്രൂപ്പിൽ നിന്ന് പോകുന്നതിൻ്റെ മുമ്പേ ധൈര്യമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ ഒരായത്തോത്, എന്നിട്ട് പറ അള്ളാഹു ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വെല്ലുവിളിക്കുന്ന ഉസ്താദ് നിങ്ങളാ. നമ്മൾ സ്വാലിഹ്യങ്ങളുടെ പാതയിലാണ് എന്നുള്ളത്.
നിങ്ങൾ സാലിങ്ങളെ പാതയിൽ, മുസ്ലിംമാരെ നിങ്ങൾ മക്കാമുശിരിക്കളുടെ പാതയിൽ പോലും എത്തിയിട്ടില്ല. മക്കാമുശിരിക്കുകളോട് അള്ളാഹു ചോദിച്ചു, ഒമൻ യുദബ്ബിറുൽ അംറ, ആരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? അവർ പറഞ്ഞ അള്ളാഹു ആണെന്ന്. ഇച്ചോദ്യം മൊയ്ലിയമാരോട് ചോദിച്ചു നോക്ക്, ഒമൻ യുദബ്ബിറുൽ അംറ, ആരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? ആ പെരാന്തനായ സി എം മടപൂരാണ് കവർന്ന് മണ്ണോട് മണ്ണടിഞ്ഞു പോയ സി എം മടപൂരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ മാത്രം മക്കാമുശിരികൾ ഇത്ര അവധിച്ചിട്ടില്ല മൊയ്ലിയമാരെ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മക്കാമുശിരിക്കളുടെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വാ. എന്നാൽ എന്നിട്ട് നിങ്ങളോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായേക്കാം. ഇപ്പം പറഞ്ഞാൽ നടക്കില്ല. ഇപ്പം നിങ്ങളോട് പറയുന്നതിൽ നല്ല റോഡ് മക്കൂടി അലഞ്ഞു കിടക്കുന്ന പട്ടികളോട് പറയുന്നതാ. ഐറ്റികളയിലെ വാലാട്ടുകയും ചെയ്യും.